السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد سيد الأولين والآخرين نبينا محمد وعلى آله وأصحابه أجمعين وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. 30-12-2016 വെള്ളിയാഴ്ചയിലെ ഖുതുബയ്ക്ക് വേണ്ടി UAE-യിലെ അൽ ഹൈഅൽ ആമ്മ ലിശുഊനിൽ ഇസ്ലാമിയ വൽ ഔഖാഫ് വെബ്സൈറ്റിൽ പ്രസിദ്ധം ചെയ്തിരിക്കുന്ന പുതുവർഷം സുഹൃതവർഷം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് നിർവഹിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫത്തഖുല്ലാഹ മസ്തതഅതും. അതുകൊണ്ട് നിങ്ങൾ ആവും വിധം അല്ലാഹുവിനെ സൂക്ഷിക്കുക. വസ്മഉ വ അത്തിഉ വ അൻഫിഖു ഖൈറൻ ലിഅൻഫുസികും. അള്ളാഹുവിന്റെ ശാസനകൾ കേൾക്കുകയും അനുസരിക്കുകയും സ്വന്തത്തിന് ഗുണകരമാവും വിധം നിങ്ങളുടെ ധനം ചെലവഴിക്കുകയും ചെയ്യുക. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തം പിശുക്കിൽ നിന്ന് ആർക്ക് സുരക്ഷ നൽകപ്പെട്ടുവോ അവർ തന്നെയാണ് ജേതാക്കൾ. മുഅ്മിനീങ്ങളെ, ഒരു പുതുവർഷത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും പുതുവത്സരമാവട്ടെ എന്ന് അള്ളാഹുവിനോട് ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നന്മയുടെ പുതുവർഷമായിരിക്കും, സുഹൃതങ്ങളുടെ പുതുവത്സരമായിരിക്കും. ഇത് അള്ളാഹുവിലുള്ള ശുഭാപ്തി വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനം. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത് പ്രകാരം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേ അറ്റത്ത ശുഭാപ്തി വിശ്വാസിയായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടവുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പ്രകാരം തന്നെ ഈ ശുഭാപ്തി വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാലല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി ഫൽയളുന്ന ബി മാ ശാ. ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപ്രകാരമായിരിക്കും. ഫൽയളുന്ന ബി മാ ശാ. അതുകൊണ്ട് ഓരോ അടിമയും എന്നെ കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചു കൊള്ളട്ടെ. വീണ്ടും മറ്റൊരു റിവായത്ത് പ്രകാരം, റിപ്പോർട്ട് പ്രകാരം ഈ ഹദീസിൽ ഇങ്ങനെ കൂടി വന്നിരിക്കുന്നു, ഫഇൻ ളന്ന ബി ഖൈറ. ഇനി ഒരു അടിമ അല്ലാഹുവിനെ കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നതെങ്കിൽ ഫലഹുൽ ഖൈർ, അവന് നന്മ ഭവിക്കും. ഫലാ തളുന്നു ബില്ലാഹി ഇല്ലാ ഖൈറ. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ നന്മ മാത്രം പ്രതീക്ഷിക്കുവിൻ, വിചാരിക്കുവിൻ എന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നന്മ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സുഹൃതങ്ങളിൽ വ്യാപൃതരാവാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. ഖുർആനിന്റെ ആഹ്വാനമാണ്, നിങ്ങൾ വിജയം കൈവരിക്കുവാനായി ഉത്കൃഷ്ട കർമ്മങ്ങൾ അനുവർത്തിക്കുവിനെന്ന്. നന്മകളിൽ ആവേശം കൊള്ളുവാൻ, നന്മകളിൽ അങ്ങേയറ്റത്തെ താല്പര്യം കൊള്ളുവാൻ വീണ്ടും ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഫസ്തബിഖുൽ ഖൈറാത്ത്. സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ആവേശപൂർവം മുന്നേറുക എന്നും ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സൽക്കർമ്മം, സുഹൃതം എന്ന് പറയുന്നത് അള്ളാഹുവിന് വഴിപ്പെടലാവാം, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യലാവാം,
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അല്ലാഹുവേ ഞാൻ നിന്നോട് സൽക്കർമ്മ സന്നദ്ധതയെ ചോദിക്കുന്നു എന്നായിരുന്നു ആ പ്രാർത്ഥനയുടെ സാരം. നന്മകൾ പ്രാവർത്തികമാക്കുക, സുഹൃതങ്ങൾ ജീവിതചര്യയാക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. എന്നെന്നും നിലനിൽക്കുന്നതും ഏറെ പ്രതിഫലാർഹവുമായ പ്രവൃത്തിയാണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നന്മയോട്, സുഹൃതത്തോട് ആഭിമുഖ്യം കാണിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, വയുസാരിഊന ഫിൽ ഖൈറാത്ത് വഉലൈക മിനസ് സാലിഹീൻ വമാ യഫ്അലൂ മിൻ ഖൈറിൻ ഫലൻ യുക്ഫറൂഹ് വല്ലാഹു അലീമുൻ ബിൽ മുത്തഖീൻ. അല്ലാഹു നമ്മളോട് പറയുകയാണ്, പുണ്യകർമ്മങ്ങളിൽ ആഹ്ലാദത്തോടെ മുന്നിട്ട് വരുന്നവരാണവർ. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുകയാണ്, സൽവൃത്തരിൽപ്പെട്ടവരാണവർ. എന്നിട്ട് എന്തു നന്മയാണ് അവർ ചെയ്യുന്നതെങ്കിലും അവർക്കത് നിഷേധിക്കപ്പെടുകയില്ല. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരെ കുറിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണെന്നും ഖുർആൻ നമുക്ക് വാക്കുതരികയാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയെയും നിസ്സാരമാക്കുകയില്ല. ഒന്നിന്റെയും പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകാതിരിക്കുകയില്ല. ചെറുതാവട്ടെ വലുതാവട്ടെ ഒന്നും തന്നെ അല്ലാഹുവിന് അദൃശ്യമാവുകയുമില്ല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുവോളം നന്മ ആരു പ്രവർത്തിക്കുന്നുവോ അത് അല്ലാഹു കാണുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഭൂമിയിൽ വെച്ച് ഒരണുവോളം നന്മ ആരു ചെയ്യുമ്പോഴും അതിന്റെ പ്രതിഫലം അല്ലാഹു അവന് ഏറ്റെടുക്കുകയാണ്. നന്മ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് നന്മയിലേക്ക് ആളുകളെ ആഹ്വാനം ചെയ്യുന്നതും നന്മയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കാണാം, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. അവിടുന്ന് പറയുന്നു, ഏതൊരാൾ ഒരു നന്മ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നുവോ, ഒരു നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുവോ, അവന് ആ നന്മ ചെയ്യുന്നവന്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ്. നന്മയിലേക്ക് കടന്നുവരാൻ, നന്മ പ്രചരിപ്പിക്കുവാൻ ഏറെ പ്രചോദനം നൽകുകയാണ് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തിരുവചനത്തിലൂടെ ചെയ്യുന്നത്. നന്മയുടെ വാതിലുകൾ വിശാലമാണ്. നന്മയുടെ വാതായനങ്ങൾ ധാരാളം നമ്മുടെ മുന്നിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. ആ വാതിലുകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന നന്മ, സുഹൃതം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കും കുടുംബജനങ്ങൾക്കും സാധുക്കൾക്കും അശരണർക്കും സ്വന്തം ധനം ചെലവഴിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങനെ പറയുന്നത് കാണാം വിശുദ്ധ ഖുർആനിൽ, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, തിരുനബിയെ എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടത് എന്നവർ താങ്കളോട് ചോദിക്കുന്നു. അപ്പോ അതിനു മറുപടിയായി ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നു, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈറിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ വൽ യതാമ വൽ മസാകീൻ വബ്നിസ് സബീൽ. ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്, നബിയെ അവർ താങ്കളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ താങ്കൾ അവർക്ക് മറുപടി നൽകണം, എന്തു ധനം നിങ്ങൾ ചെലവഴിക്കുന്നുവെങ്കിലും മാതാപിതാക്കൾ, അടുത്ത കുടുംബക്കാർ, ദരിദ്രർ, യാത്രക്കാർ എന്നിവർക്കായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ധനം ചെലവഴിക്കേണ്ടത് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നന്മയുടെ വാതായനങ്ങളിൽ, നന്മയുടെ കാരണങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊന്ന് അനാഥരുടെ സംരക്ഷണവും അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളുമാണ്. വിശുദ്ധ ഖുർആൻ ആ വിഷയകമായി ഇങ്ങനെ പറയുന്നത് കാണാം, വയസ്അലൂനക അനിൽ യതാമ, തിരുനബിയെ അനാഥരുടെ കാര്യത്തെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കും, ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ, അവരോട് തിരുനബിയെ അങ്ങ് മറുപടി പറയണം, അനാഥർക്ക് നന്മ ചെയ്യുന്നത്, അവരുടെ നന്മക്കായി പ്രവർത്തിക്കുന്നത് ഉത്കൃഷ്ടമായ കർമ്മമാണെന്ന് അവർക്ക് താങ്കൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നും വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അതുപോലെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വിവിധ കാരണങ്ങളാൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരാവേണ്ടതുണ്ട് ഈ പുതുവർഷത്തിന്റെ പുതിയ സാഹചര്യത്തിൽ ഓരോ മുസൽമാനും.
ഈമാനും. വിശുദ്ധ ഖുർആൻ നമ്മളോട് ആഭിഷേകമായി ഇങ്ങനെ പറയുന്നത് കാണാം, വഇൻ കാന ദൂ ഉസ്റത്തിൻ ഫനദറത്തുൻ ഇലാ മൈസറ വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഖുർആൻ നമ്മളോട് പറയുകയാണ്, നിങ്ങളിൽ സാമ്പത്തിക ഞെരുക്കമുള്ള ഒരാളുമായി നിങ്ങൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ, ഒരാൾ നിങ്ങൾക്ക് കടക്കാരനായി പക്ഷെ കടം വീട്ടുന്നതിന് അയാൾക്ക് സാമ്പത്തിക ഞെരുക്കം കാരണം സാധ്യമായില്ലെങ്കിൽ ഫനദറത്തുൻ ഇലാ മൈസറ, അയാളുടെ സാഹചര്യം മെച്ചപ്പെടുന്നത് വരെ, സൗകര്യാവസ്ഥ കൈവരുന്നത് വരെ നിങ്ങൾ അദ്ദേഹത്തിന് സമയം നൽകണം, ഇട നൽകണം. എന്നിട്ട് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും, ആ കടം ദാനമായി നൽകുന്നതാണ് നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്നും ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഏതു രീതിയിലും നന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. നന്മകൾ ചെറുതായാലും വലുതായാലും നമ്മുടെ ചുറ്റുപാടുകളിലെ ദീനീ സംവിധാനങ്ങളെ, അനാഥ സംരക്ഷണ കേന്ദ്രങ്ങളെ, ധർമ്മസ്ഥാപനങ്ങളെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അത് രഹസ്യമായാവാം, പരസ്യമായാവാം, നമ്മുടെ സമ്പാദ്യത്തിലെ നിർബന്ധദാനമായ സകാത്ത് കൊണ്ടാവാം, ദാനധർമ്മങ്ങൾ കൊണ്ടാവാം. ഏതായിരുന്നാലും ഖുർആൻ വിഷയകമായി നമ്മളോട് ഇങ്ങനെ പറയുന്നത് കാണാം, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാഹി. ഖുർആൻ നമ്മളോട് പറയുകയാണ്, ദാനധർമ്മങ്ങൾ നിങ്ങൾ പരസ്യപ്പെടുത്തുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ്, കുഴപ്പമില്ല. നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങൾ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ്. എന്നാൽ ആ ദാനധർമ്മങ്ങൾ നിങ്ങൾ രഹസ്യമാക്കുകയും ദരിദ്രർക്ക് നൽകുകയുമാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായി ഭവിക്കുമെന്നും ഖുർആൻ നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഈ വാഗ്ദാനങ്ങൾ ശിരസാവഹിക്കുവാൻ ഈ പുതുവത്സരം നമുക്ക് പ്രേരണയേകുമാറാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. മുഅ്മിനീങ്ങളെ, സന്നദ്ധ സേവനങ്ങളാണ്, സമൂഹത്തിന് വേണ്ടി നാം സ്വന്തം ഇഷ്ടപ്രകാരം ഏറ്റെടുത്തു ചെയ്യുന്ന സേവനങ്ങളാണ് ഒരാൾ തന്റെ നല്ല നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഏറ്റവും നല്ല സമ്പാദ്യം. വിശുദ്ധ ഖുർആൻ തന്നെ തദ്വിഷയകമായി ഇങ്ങനെ സൂചന നൽകുന്നത് കാണാം, വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നവനും സർവജ്ഞനുമാകുന്നു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എത്ര കണ്ട് സാമൂഹിക സേവനം ചെയ്യുന്നുവോ അത്ര കണ്ട്, നമ്മൾ എത്ര കണ്ട് സമൂഹത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നുവോ അത്ര കണ്ട് അതിന്റെ 10 മടങ്ങ് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഖുർആൻ അതിന് ഗ്യാരണ്ടി നൽകുകയാണ്. മൻ ജാഅ ബിൽ ഹസന ഫലഹു ഖൈറും മിൻഹാ. ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരാൾ നന്മയുമായി സന്നിഹിതനാവുന്നുവോ അവന് ആ നന്മയേക്കാൾ ഉദാത്തമായ നന്മ പ്രതിഫലമായി അല്ലാഹു നൽകും. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. എന്ന് മാത്രമല്ല, അന്ന് അഥവാ അന്ത്യനാളിൽ പരിഭ്രമത്തിൽ നിന്ന്, ഭയവിഹ്വലതയിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. നന്മകൾ സഹിതം അള്ളാഹുവിന്റെ സന്നിധിയിൽ ആഗതരാവുന്നവരെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നന്മക്ക് 10 മടങ്ങ് പ്രതിഫലങ്ങൾ നൽകും. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഓരോ നന്മയും അതിന് 10 ഇരട്ടി പ്രതിഫലമാണ്. ഇലാ 700 ളഅഫിൻ. 10 തുടങ്ങി 700 വരെ ഇരട്ടി പ്രതിഫലം ഓരോ നന്മക്കും അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു. ഇനിയും അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നന്മയുടെ ഒരു വാതിലും നന്മയുടെ ഒരു കണികയും നീ നിസാരപ്പെടുത്തി പോകരുത്. അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ സഹോദരന് ഏതെങ്കിലും രീതിയിൽ ഒരു നന്മ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അത് ചെയ്തു കൊള്ളട്ടെ എന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുഹൃതം ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവുമ്പോൾ സമൂഹത്തിൽ സ്നേഹം വർദ്ധിക്കും.
ഐക്യം ഊട്ടിയുറപ്പിക്കാനാവും നമുക്ക്. തലമുറകളെ നന്മയിൽ സഹകാരികളാക്കി വളർത്തുവാനും ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കാനും സമൂഹത്തോടും രാഷ്ട്രത്തോടും കടപ്പാടുള്ളവരാക്കി മാറ്റുവാനും നമുക്ക് നന്മകളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം വാർത്തെടുക്കുക വഴി ചെയ്യാനാവും. വിശുദ്ധ ഖുർആൻ തന്നെ നന്മയിൽ അധിഷ്ഠിതമായ സമൂഹത്തെക്കുറിച്ച്, നന്മയിൽ വാർത്തെടുക്കപ്പെടുന്ന സമൂഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ കാണാം: ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഖുർആൻ നമ്മളോട് പറയുകയാണ്, സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ തന്നെയാണ് ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ. അവർക്കുള്ള പ്രതിഫലമാവട്ടെ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. അവർക്കുള്ള പ്രതിഫലം, തങ്ങളുടെ റബ്ബിൽ നിന്ന് അവർക്കുള്ള പ്രതിഫലം താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാശ്വതമായ സ്വർഗീയ ഉദ്യാനങ്ങളാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരാവട്ടെ അല്ലാഹുവിനെ കുറിച്ചും സംതൃപ്തരാണ് എന്നും ഖുർആൻ നന്മയിൽ അധിഷ്ഠിതമായ സുഹൃതങ്ങളിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന തലമുറയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഖുർആൻ തന്നെ നമുക്ക് വാക്കു നൽകുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ രാജ്യം അതിന്റെ സ്ഥാപിത ദിനം തൊട്ട് ഇന്നോളം നന്മയെ പ്രോത്സാഹിപ്പിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവോളം ഊർജവും ആർജവവും നൽകി ഒരു തലമുറയെ ഇവിടെ വാർത്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്മ ഈ രാജ്യത്തെ പൗരന്റെ അടിസ്ഥാന ഗുണവിശേഷമാകുന്ന സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ രാജ്യത്തിന്റെ അനുഗ്രഹീതനായ ഭരണാധികാരി സാഹിബുസ് സുമൂ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഹഫിളഹുല്ലാ ഒരു മഹത്തായ പ്രഖ്യാപനം 2017 പുതുവത്സരത്തിനു വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷം ഈ മഹത്തായ രാജ്യം സുഹൃതങ്ങളുടെ വർഷമായി, ആമുൽ ഖൈറായി അനുഷ്ഠിക്കാൻ ഈ രാജ്യം തീരുമാനിച്ചിരിക്കുകയാണ്. മാനവിക നന്മയുടെ ഉദാത്ത മാതൃകകൾ ലോകത്തിന് സമർപ്പിക്കുവാൻ ഇനിയും ഈ രാജ്യത്തിന് ഒരുപാട് ചെയ്യാനുണ്ടെന്ന ഉത്തമ ബോധ്യമാണ് ഇത്തരം ഒരു പ്രഖ്യാപനത്തിന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് പ്രചോദനമായിരിക്കുന്നത്. സാമൂഹിക ഉത്തരവാദിത്വം അരക്കിട്ടുറപ്പിക്കുന്നതിനും സന്നദ്ധ സേവന മനോഭാവം സുദൃഢമാക്കുന്നതിനും വേണ്ടി പൊതു സ്വകാര്യ മേഖലകളിലെ സാമൂഹിക പ്രതിബദ്ധത ഫലപ്രദമായ മാനവിക നന്മക്ക് ഉപയോഗപ്പെടുത്താനാണ് ഈ രാജ്യം ഈ വർഷത്തെ സുഹൃത വർഷം ആയി ആചരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിനു വേണ്ടി ധീരമായി അധ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.